പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ SCERT ചാപ്റ്റർ ആയിട്ടുള്ള സൗരതാപനവും അന്തരീക്ഷസ്ഥിതിയും എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ഡിസ്കഷനാണ്. LDC LGS എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കിയിട്ടാണ് ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ നടത്തുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഇതിൽ പറയുന്നത് സൗരതാപനത്തെ പറ്റിയിട്ടാണ്. സൂര്യനിൽ നിന്നുള്ള ഊർജം സൂര്യരശ്മികളായിട്ട് ഭൂമിയിലെത്തുന്നു. ഇതിനെയാണ് സൗരതാപനം എന്ന് വിളിക്കുന്നത്. സൂര്യനിൽ നിന്നുള്ള ഊർജം സൂര്യരശ്മികളായി ഭൂമിയിലെത്തുന്നു. ഇതിനെ സൗരതാപനം എന്ന് വിളിക്കുന്നു. അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണമാണ് ഉഷ്ണമാപിനി. അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണമാണ് ഉഷ്ണമാപിനി അഥവാ തെർമോമീറ്റർ. ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നീ ഏകകങ്ങളിലാണ് അന്തരീക്ഷ താപം രേഖപ്പെടുത്തുന്നത്. ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നീ ഏകകങ്ങളിലാണ് അന്തരീക്ഷ താപം രേഖപ്പെടുത്തുന്നത്. എല്ലാ പദാർത്ഥങ്ങൾക്കും ഭാരമുള്ളതുപോലെ തന്നെ വായുവിനും ഭാരമുണ്ട്. അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മർദ്ദമാപിനി അഥവാ ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ഹെക്ടോ പാസ്കൽ, മില്ലി ബാർ എന്നീ ഏകകങ്ങളിലാണ് മർദ്ദം രേഖപ്പെടുത്തുന്നത്. ഹെക്ടോ പാസ്കലും മില്ലി ബാറും. സൂര്യതാപത്താൽ ചൂട് പിടിക്കുമ്പോൾ അന്തരീക്ഷ വായു വികസിക്കുകയും സാന്ദ്രത കുറഞ്ഞ് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള വായുവിൻ്റെ ചലനത്തെയാണ് വായുപ്രവാഹങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്താണിപ്പോൾ വായുപ്രവാഹങ്ങൾ? സൂര്യതാപത്താൽ ചൂട് പിടിക്കുമ്പോൾ അന്തരീക്ഷ വായു വികസിക്കുകയും സാന്ദ്രത കുറയുകയും അത് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള വായുവിൻ്റെ ചലനത്തെയാണ് വായുപ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. വായുവിൻ്റെ സാന്ദ്രത കുറയുന്നത് മൂലം അവിടെ വായുമർദ്ദം കുറയുന്നു. മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്ന് മർദ്ദം കുറഞ്ഞ പ്രദേശത്തേക്ക് വായു ചലിക്കുന്നു. വായുവിൻ്റെ ഇത്തരത്തിലുള്ള ചലനമാണ് കാറ്റ്. മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് വായു ചലിക്കുന്നതിനെയാണ് കാറ്റ് എന്ന് പറയുന്നത്. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. കാറ്റിൻ്റെ ദിശ അളക്കുന്ന ഉപകരണമാണ് വിൻഡ് വെയിൻ. ദിശ അളക്കുന്നത് വിൻഡ് വെയിൻ ഉപയോഗിച്ചിട്ടും വേഗത അളക്കുന്നത് അനിമോമീറ്റർ ഉപയോഗിച്ചിട്ടുമാണ്. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത. അന്തരീക്ഷ താപം, ഭൂമിയിലെ ജലലഭ്യത തുടങ്ങിയ ഘടകങ്ങൾ ഒരു പ്രദേശത്തെ ആർദ്രതയെ സ്വാധീനിക്കുന്നുണ്ട്. ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ആർദ്രതാ മാപിനി അഥവാ ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ എന്നുകൂടി പഠിച്ചു വെക്കണം. നീരാവി തണുത്ത് ജലമായി മാറുന്ന പ്രക്രിയയെ ഘനീകരണം എന്ന് പറയുന്നു. അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രൂപങ്ങളാണ് മേഘങ്ങൾ, മൂടൽമഞ്ഞ്, തുഷാരം എന്നിവ. താഴ്വരകളിലും ജലാശയങ്ങൾക്ക് മുകളിലും പുക പോലെ നേർത്ത ജലകണികകൾ തങ്ങി നിൽക്കുന്നതാണ് മൂടൽമഞ്ഞ്. മൂടൽമഞ്ഞ് എന്ന് പറയുന്നത് നീരാവി ഘനീഭവിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. താഴ്വരകളിലും ജലാശയങ്ങൾക്ക് മുകളിലും പുക പോലെ നേർത്ത ജലകണികകൾ തങ്ങി നിൽക്കുന്നതാണ് മൂടൽമഞ്ഞ്. തണുപ്പുള്ള പ്രഭാതങ്ങളിൽ പുൽനാമ്പുകളിലും മറ്റും തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ജലകണികകളാണ് തുഷാരം. ഘനീകരണ പ്രക്രിയ വേഗത്തിലാകുമ്പോൾ ജലകണികകളുടെ വലിപ്പവും ഭാരവും കൂടുന്നു. ഇതുമൂലം അവ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാകാതെ ഭൂമിയിലേക്ക് പതിക്കുന്നു. ഈ പ്രക്രിയയാണ് വർഷണം എന്ന് പറയുന്നത്. വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം എന്നിവ. വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം എന്നിവ. നീരാവി ഘനീഭവിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന രൂപങ്ങളാണ് മേഘങ്ങൾ, മൂടൽമഞ്ഞ്, തുഷാരം എന്നിവ. ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി. ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി. ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ. ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്നറിയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കിയിട്ടുള്ള ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.